Hi students, welcome back to our GS class. Today we will study the sixth chapter of standard 4, that is adaptations in animals. In the previous class we are already study about adaptations in plants. Okay, and today we are going to study about adaptations in animals. Let us learn. Different animals live in different habitat. Animals that live in the polar region are different from the animals that live in the desert region. അതായത് പോളാർ റീജിയനിലുള്ള ആനിമൽസിൻ്റെ ഹാബിറ്റാറ്റ് ആയിരിക്കത്തില്ല ഡെസേർട്ട് റീജിയനിലുള്ള ആനിമൽസിൻ്റെ. ദിസ് ഈസ് ബിക്കോസ് ആനിമൽസ് ആർ അഡാപ്റ്റ് ടു ലിവിങ് ഇൻ ദെയർ ഓൺ ഹാബിറ്റാറ്റ്. ആനിമൽസ് ഹാവ് ഡെവലപ്ഡ് സർട്ടൻ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് habits to help them live comfortably in their habitat. അതായത് ഈ പറയുന്ന ആനിമൽസിനെല്ലാം തന്നെ അവയ്ക്ക് പ്രത്യേകതരം ബോഡി ഫീച്ചേഴ്സ് കാണും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഹാബിറ്റാറ്റിൽ അതിന് നന്നായിട്ട് ജീവിക്കാനായിട്ട്. The adaptations help animals to get food, keep safe, give birth to young ones and protect themselves from harsh weather conditions. അഡാപ്റ്റേഷൻസ് എന്തിനൊക്കെ ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു? അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ആനിമൽസ് ടു ഗെറ്റ് ഫുഡ് ലഭിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. കീപ് സേഫ്, ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ഹാഷ് വെതർ കണ്ടീഷൻസ്. അതായത് യങ് വൺസിന് ബർത്ത് കൊടുക്കാനായിട്ട്, അതുപോലെ പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ഹാഷ് വെതർ കണ്ടീഷൻ, വെതർ കണ്ടീഷൻസിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്യാൻ ഇതിനെല്ലാം ഈ ആനിമൽസിൻ്റെ അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് us learn more about adaptations based on habitat. First is terrestrial animals. What are terrestrial animals? Animals that live on land are called terrestrial animals. What are terrestrial animals? Animals that live on land. Animals live on land are called terrestrial animals. Okay. പോളാർ റീജിയൻസ്. പോളാർ റീജിയൻ എന്ന് പറയുന്ന ഒരു ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ആണ്. പോളാർ റീജിയൻസ് ആർ കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ വർഷം മുഴുവൻ എന്തായിരിക്കും? സ്നോ ആയിരിക്കും. മഞ്ഞുകൊണ്ട് പൊതിഞ്ഞ സ്ഥലമാണ് പോളാർ റീജിയൻ. ഇറ്റ് ഈസ് ഫ്രീസിങ് കോൾഡ്. ഇൻ ദീസ് റീജിയൻസ് പോളാർ ബിയേഴ്സ്, പെൻഗിൻസ് ആൻഡ് സീൽസ് ലീവ് ഇൻ ദ പോളാർ റീജിയൻസ്. പോളാർ റീജിയൻസിൽ കാണപ്പെടുന്ന ആനിമൽസ് ആണ് പോളാർ ബിയർ. Polar bears. Can you see this? Polar bears, penguins and seals live in the polar region. നമുക്കറിയാം അറിയാം ഈ പറയുന്ന ആനിമൽസ് എല്ലാം തന്നെ പോളാർ റീജിയനിൽ ഉള്ളതാണ്. ഓക്കെ, ദീസ് ആനിമൽസ് ഹാവ് എ തിക്ക് ലെയർ ഓഫ് ഫാറ്റ് അണ്ടർ ദെയർ സ്കിൻ. ദിസ് ഈസ് കോൾഡ് ബ്ലബ്ബർ. ബ്ലബ്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? the animals that live in the polar region have a thick layer of fat under their skin. This is called a blubber. അതായത് ഈ പോളാർ റീജിയനിലുള്ള ആനിമൽസിൻ്റെയൊക്കെ സ്കിന്നിനടിയിൽ ഫാറ്റ് കാണും, ലെയർ ഓഫ് ഫാറ്റ്. ദിസ് ഈസ് കോൾഡ് ബ്ലബ്ബർ. ബ്ലബ്ബർ കീപ്സ് ദ ബോഡി വാം. അതായത് ശരീരം ചൂട് പിടിക്കുന്നതിന് ബ്ലബ്ബർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, polar bears also have a thick layer of fur that keep them warm. അതുപോലെ തന്നെ ഈ പോളാർ ബിയേഴ്സിന് എന്തുണ്ട്? നല്ല ഒരുപാട് രോമങ്ങൾ കാണും. അതെന്താണ്? അതിൻ്റെ ശരീരം ചൂടാകുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബ്ലബ്ബർ, വാട്ട് ഈസ് ബ്ലബ്ബർ? ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് കോൾഡ് മൗണ്ടൻസ്. യാക്സ് ആർ ആനിമൽസ് ദാറ്റ് ഫൗണ്ട് ഇൻ സച്ച് ഹാബിറ്റാറ്റ്. അതായത് കോൾഡ് മൗണ്ടനിൽ കാണുന്ന ആനിമൽസ് ആണ് യാക്സ്. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് യാക്ക്.
yak. They have thick and long fur on their body, which keeps them warm. അതായത് ഈ യാക്കിൻ്റെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങൾ കാണും. അതതിനെ എന്ത് ചെയ്യുന്നു? അതതിൻ്റെ ശരീരം ചൂട് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഹോട്ട് ഡെസേർട്ട്. ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റാണ്. ക്യാമൽസ് ആർ ഫൗണ്ട് ഇൻ ഹോട്ട് ഡെസേർട്ട്. അതായത് ഡെസേർട്ട് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ആനിമലാണ് ക്യാമൽ, അല്ലേ? ക്യാമൽ ക്യാൻ ലീവ് വിത്തൗട്ട് വാട്ടർ ഫോർ മെനി ഡേയ്സ്. നിങ്ങൾക്കറിയാം ക്യാമൽസിന് വാട്ടർ ഇല്ലാതെ കൊണ്ട് ഒരുപാട് ദിവസം ജീവിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ക്യാമൽസ് ക്യാൻ ലീവ് വിത്തൗട്ട് വാട്ടർ ഫോർ മെനി ഡേയ്സ്. വെൻ വാട്ടർ ഈസ് അവൈലബിൾ ഇറ്റ് ഡ്രിങ്ക്സ് ഇൻ പ്ലെൻറ്റി. ആൻഡ് സിമിലർലി ദ ക്യാമൽ ഈറ്റ്സ് പ്ലെൻറ്റി ഓഫ് പ്ലാന്റ്സ് വെൻ അവൈലബിൾ. അതായത് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഇത് ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യും, അതുപോലെ ധാരാളം പ്ലാന്റ്സ് ഒക്കെ ഫുഡായിട്ട് കഴിക്കുകയും ചെയ്യും. ദ എക്സസ് എമൗണ്ട് ഓഫ് ഫുഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ്. അതായത് ഇത് കഴിക്കുന്ന ഫുഡ് എക്സസ് എമൗണ്ട് ഓഫ് ഫുഡ് ഇത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് ഹമ്പ്. അത് അതിൻ്റെ ഈ ഒട്ടകത്തിൻ്റെ മുതുകിലൊരു മുഴയുണ്ട്, അതിന് പറയുന്ന പേരാണ് ഹമ്പ്. ഹമ്പിൽ സ്റ്റോർ ചെയ്യും. സോ ക്യാമൽ ക്യാൻ ലീവ് വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ ഫോർ മെനി ഡേയ്സ്. അങ്ങനെ ക്യാമൽസിന് ഒരുപാട് ദിവസം ഫുഡും വാട്ടറും ഇല്ലാതെ കൊണ്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, സം അതർ അഡാപ്റ്റേഷൻസ്. Animals such as weasels and snowshoe rabbit develop new fur. Okay, next is squirrels and mice gather extra food and store it to eat in winter. അതായത് ഇതിന് വിൻ്ററിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്യൂറൽസും മൈസും ഒക്കെ എക്സ്ട്രാ ഫുഡ് സ്റ്റോർ ചെയ്യും. Next is migration. What is migration? Some animals travels to other places where the weather is warmer or where enough food is available. This is called migration. അതായത് ആനിമൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യും. അതിന് പറയുന്ന പേരാണ് മൈഗ്രേഷൻ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു എസ്കേപ്പ് ഫ്രം ദ വെതർ കണ്ടീഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിക് ടേൺ ഫ്ലൈസ്, അല്ലേ? ആർട്ടിക് ടേൺ ഫ്ലൈസ് they travel north pole to south pole. Okay, and many fish also migrate. അതുപോലെ തന്നെ ഒരുപാട് ഫിഷും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സം ആനിമൽസ് സച്ച് ആസ് ഫ്രോഗ്സ്, ബിയേഴ്സ് ആൻഡ് സ്നേക്സ് ബിക്കം ഇനാക്റ്റീവ് ഇൻ വിൻ്റർ. അതായത് വിൻ്റർ സീസണിൽ ഫ്രോഗ്സും ബിയേഴ്സും സ്നേക്സും ഒക്കെ ഇനാക്റ്റീവാണ്. their body temperature drops and heartbeat and breathing slow down. ഈ സമയത്ത് അതിൻ്റെ ബോഡി ടെമ്പറേച്ചറും ഹാർട്ട് ബീറ്റും ബ്രീത്തിങ്ങും ഒക്കെ അത് സ്ലോ ഡൗൺ ചെയ്യും. ദേ യൂസ് വെരി ലിറ്റിൽ എനർജി. ഇത് വളരെ കുറച്ച് എനർജി മാത്രമേ ഈ സമയത്ത് യൂസ് ചെയ്യത്തുള്ളൂ. ദേ ആർ തസ് ഇൻ എ സ്ലീപ്പ് ലൈക്ക് കണ്ടീഷൻ. ഈ സമയത്ത് ഈ ആനിമൽസ് എല്ലാം ഒരു സ്ലീപ്പ് ലൈക്ക് കണ്ടീഷനിലായിരിക്കും. ദിസ് കണ്ടീഷൻ ഓഫ് ഇനാക്ടിവിറ്റി ഓർ സ്ലീപ്പ് ഡ്യൂറിങ് വിൻ്റർ ഈസ് കോൾഡ് hibernation. What is hibernation? The condition of inactivity or sleep during winter season is called hibernation. Next is estivation. What is estivation? Some animals become inactive during the hot summer months. The period of inactivity during the summer is called estivation. അതായത് സമ്മർ സീസണിൽ ചില ആനിമൽസ് ഇനാക്റ്റീവ് ആയിരിക്കും. ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് എസ്റ്റിവേഷൻ. ഓക്കെ, hibernation and estivation are important. And aquatic animals. What are aquatic animals? Animals that live in water are called aquatic animals. Okay, these are aquatic animals. Can you see this? The adaptations of aquatic animals are: fish have gills. In the previous class we are already studying about the fish breathe through the gills. Okay, fish have fins that help them in swimming. അതായത് ഫിഷ് അതിൻ്റെ ഫിൻസ് ഉപയോഗിച്ചാണ് സ്വിം ചെയ്യുന്നത്. ഡക്സ് ഹാവ് വെബ്ഡ് ഫീറ്റ്. ഡക്സിന് എന്തുണ്ട്? വെബ്ഡ് ഫീറ്റ് ഉണ്ട്.
while turtles, whales and dolphins have flippers that works like oars. അതുപോലെ തന്നെ ഡോൾഫിൻസിനും വെയിൽസ് ഇതിനെല്ലാം ഉള്ള അഡാപ്റ്റേഷൻസ് ആണ് ഫ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്കെയിൽസ്. സ്കെയിൽസ് ഹെൽപ്പ് ദ ആനിമൽസ് ടു എസ്കേപ്പ് ഫ്രം ദ എനിമീസ്. Next type of animals is amphibians. What are amphibians? Amphibians are animals such as frogs, toads that live both on land and in water. What are amphibians? Animals live in both land and in water are called amphibians. അതായത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഫ്രോഗ്സ്. ദ സ്കിൻ ഓഫ് ആംഫിബിയൻ ഈസ് തിൻ ആൻഡ് മോയിസ്റ്റ് വിച്ച് അലോ ദം ടു ബ്രീത്ത് ത്രൂ ദ സ്കിൻ വെൻ ഇൻ വാട്ടർ. അതായത് ഈ ആംഫിബിയൻസ്, ഫ്രോഗ്സ് പോലുള്ള ആംഫിബിയൻസ് അത് വാട്ടറിലായിരിക്കുമ്പോൾ ദേ ബ്രീത്ത് ത്രൂ ദ സ്കിൻ ആൻഡ് വെൻ ഓൺ ലാൻഡ് ദേ ബ്രീത്ത് എയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലങ്സ്. അതുപോലെ ലാൻഡിലായിരിക്കുന്ന സമയത്ത് അത് ലങ്സ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യുന്നു. ആൻഡ് ദ ഫ്രണ്ട് ലെഗ്സ് ഓഫ് ദീസ് ആനിമൽസ് ആർ ഷോർട്ട് ആൻഡ് ദ ഹൈൻഡ് ലെഗ്സ് ആർ സ്ട്രോങ്. ദ വെബ്ഡ് ടോസ് ഹെൽപ്പ് ദം ഇൻ സ്വിമ്മിങ്. ഈ ഫ്രോഗ്സിന് എങ്ങനെയാണ്? വെബ്ഡ് ടോസ് ആണ്. അതിൻ്റെ വിരലുകളെല്ലാം ഇങ്ങനെ കൂടിയായിരിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് വെബ്ഡ് ടോസ് ദാറ്റ് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. അതുപോലെ ദ മൗത്ത് ഈസ് ലാർജ് ആൻഡ് ബ്രോഡ്. ദ ടങ് ഈസ് ലോങ് ആൻഡ് സ്റ്റിക്കി. അതായത് ഇതിൻ്റെ ടങ് ലോങ് ആണ്, അതുപോലെ സ്റ്റിക്കി ആണ്. ദിസ് ഹെൽപ്സ് ദ ആനിമൽസ് ടു ക്യാച്ച് ദെയർ ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് arboreal animals. What are arboreal animals? Land animals that live on trees are called arboreal animals. അതായത് ലാൻഡ് ആനിമൽസ് അവ എവിടെയാണ് കാണപ്പെടുന്നത്? ദേ ആർ ലീവ് ഓൺ ട്രീസ്. ട്രീസിൽ ജീവിക്കുന്ന ലാൻഡ് ആനിമൽസിനെയാണ് നമ്മൾ അർബോറിയൽ ആനിമൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് സ്ക്യൂറൽസ്, മങ്കീസ് ആൻഡ് കോള ബേഴ്സ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ അർബോറിയൽ ആനിമൽസ്. മോസ്റ്റ് അർബോറിയൽ ആനിമൽസ് ഹാവ് ലോങ് ലെഗ്സ് that help them in swimming from branch to branch. അതായത് ഈ അർബോറിയൽ ആനിമൽസിനൊക്കെ എങ്ങനെയാണ്? Can you see this? Monkey have adaptation, help them live on tree. അർബോറിയൽ ആനിമൽസിൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോങ് ലെഗ്സ് ആണ്. ദാറ്റ് ഹെൽപ്സ് them in swinging from branch to branch. അതായത് ഒരു മരത്തിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു മരത്തിൻ്റെ ബ്രാഞ്ചിലേക്ക് പോകാനായിട്ട് ലോങ് ലെഗ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, and have long tails and long tails act as an extra leg. Okay, next is aerial animals. What are aerial animals? Animals that fly and spend a long part of their life in air are called aerial animals. അതായത് എയറിൽ കൂടെ ഫ്ലൈ ചെയ്യുന്ന ആനിമൽസിനെയാണ് നമ്മൾ ഏരിയൽ ആനിമൽസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ബേർഡ്സ് ആർ ഏരിയൽ ആനിമൽസ്. അതുപോലെ തന്നെ അതിൻ്റെ അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് ആണ് ബേർഡ്സ് ഹാവ് ഹോളോ ബോൺസ് ആൻഡ് ദിസ് എൻഷുർ ദാറ്റ് ദേ ഹാവ് ലൈറ്റ് ബോഡി. ദേ ഹാവ് ഓൺലി വൺ പെയർ ഓഫ് ലെഗ്സ്. അതായത് ഈ ബേർഡ്സിന് വൺ പെയർ ഓഫ് ലെഗ്സേ കാണത്തുള്ളൂ. അതുപോലെ അതിൻ്റെ ബോൺസ് എന്ന് പറയുന്നത് ഹോളോ ബോൺസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പെയർ ഓഫ് ലെഗ്സ് ആണ് ദാറ്റ് കൺവേർട്ടഡ് ഇൻ ടു വിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഹാസ് ദം ഇൻ ഫ്ലൈയിങ്. ഓക്കെ, മോസ്റ്റ് ബേർഡ്സ് ഹാവ് എ കീൻ ഐസൈറ്റ്. ഓക്കെ, next is adaptations for protection.